ഹലോ, ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. കേൾക്കാവോ എല്ലാവർക്കും? ഒടുകുളല്ലേ? ഓക്കെ. എൻ്റെ പേര് ബാബുരാജ്. പ്രൊഫഷണലി ഞാനൊരു ഡോക്ടറാണ്, അലോപ്പതി പ്രാക്ടീസ് ചെയ്യുന്നു. ഇന്ന് എനിക്ക് കിട്ടിയിരിക്കുന്നത് നമ്മളുടെ ബിസിനസ്സിലെ ഒരു സിസ്റ്റം, നമ്മളൊരു സിസ്റ്റം ബേസ്ഡ് ബിസിനസ്സാണ്. ഇതിൻ്റെ സിസ്റ്റത്തിൻ്റെ ഒരു കുറച്ച് പാർട്ട് ഡിസ്കസ് ചെയ്യാന്നുള്ളത്. ഇത് കൺവെൻഷനലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന രീതിയിൽ നിന്ന് ഒന്ന് ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. നമ്മുടെ ഈ സിസ്റ്റം നമ്മുടെ ലൈഫിൽ എത്രമാത്രം ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്, ഈ ബിസിനസ്സിനോടൊപ്പം തന്നെ ലൈഫ് എത്രമാത്രം ഇമ്പാക്ട് ചെയ്യുന്നുണ്ട് എന്നതിനെ കുറിച്ചായിരിക്കും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നത്. ഓക്കെ, ഷെയർ സം സ്ക്രീൻ. എല്ലാവർക്കും കാണാമെന്ന് വിചാരിക്കുന്നു. കാണുന്നുണ്ടോ? കാണാലോ? എല്ലാവർക്കും അറിയാം, നമ്മളൊരു ബിഗ് ബിസിനസ് കാറ്റഗറിയിലേക്ക് മാറുന്നതിന് വേണ്ടി ഒരു സിസ്റ്റം ബേസ്ഡ് ബിസിനസ് ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മളിവിടെ ചെയ്യുന്നത് ഒരു സിസ്റ്റമൈസ്ഡ് നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നത്. എന്തിനു വേണ്ടി? ആംബിയ പ്രോഡക്ട്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി. നെറ്റ്വർക്ക് എന്തിനാ? നെറ്റ്വർക്കിലൂടെ നമുക്ക് മാസീവ് ആയിട്ട് പ്രോഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അതിലൂടെയാണ് ഹ്യൂജ് ഇൻകം ക്രിയേറ്റ് ചെയ്യുന്നത്. സിസ്റ്റം എന്തിനാണ്? സിസ്റ്റം ഈ നെറ്റ്വർക്കിലുള്ള ഓരോ ബിസിനസ് ഓണേഴ്സും ഡിസിപ്ലിൻഡ് ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ ഒരു ബെറ്റർ ബിസിനസ് ഉണ്ടാക്കി തരാൻ പറ്റുന്ന പാറ്റേൺ ഓഫ് വർക്കാണ്. അതിലൂടെ നമുക്ക് ഒരു കോർഡിനേറ്റഡ് ഓട്ടോമാറ്റിക് ഫംഗ്ഷനിങ് ആണ് നടക്കുന്നത്. അതിലൂടെ നമുക്ക് ഫ്രീഡം ഉണ്ടാകും. സിസ്റ്റമൈസ്ഡ് നെറ്റ്വർക്ക് ആണ് നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം നൽകുന്നത്. ആംബിയ ബിസിനസിന്റെ ഫസ്റ്റ് ആൻഡ് പ്രൈമറി അട്രാക്ഷൻ ഫിനാൻഷ്യൽ ഫ്രീഡം ആണ്. സോ വാട്ട് ഈസ് ദിസ് സിസ്റ്റം? ഇതാണ് നമ്മൾ ബ്രിട്ട് വേൾഡ് വൈഡ് സിസ്റ്റം ഫോളോ ചെയ്യുന്നത്. 953 BIB, 9 core steps ഉണ്ട്, 5 basic, 5 nights a week, 5 powers and 3 powers and 3 cardinals and BIB, board in the bedroom. ഇതിൽ നമുക്ക് 9 core സ്റ്റെപ്സിലെ കുറച്ച് ഒരു 3 സ്റ്റെപ്പ് ആയിരിക്കും ഞാൻ ഡീൽ ചെയ്യാൻ പോകുന്നത്. ഇതാണ് 9 core steps. ഫസ്റ്റ് 3 steps എന്ന് പറഞ്ഞാൽ 100% യൂസേജ് ഓഫ് പ്രോഡക്ട്സ്, ഷെയർ ദ പ്രോഡക്റ്റ്, ഷോ ദ ബ്രാൻഡ്. ഈ ഒരു 3 സ്റ്റെപ്പ് നമുക്ക് ടേൺ ഓവർ ഉണ്ടാക്കാനും വോളിയം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അടുത്ത 3 steps എന്ന് പറഞ്ഞാൽ ഓഡിയോസ്, ബുക്സ്, ഫങ്ഷൻസ്. ഇതിലൂടെയാണ് നമുക്ക് മൈൻഡ് സെറ്റ്, മെന്റാലിറ്റി, ബിലീഫ് സിസ്റ്റം ഉണ്ടാക്കുക. ഈ ബിസിനസ്സിനെ പറ്റിയ നമ്മുടെ ഏത് ഡ്രീമാണോ, നമ്മൾ ഏത് ലൈഫാണോ നമ്മൾ അതിനെ പറ്റിയ ഒരു മെന്റാലിറ്റി ഉണ്ടാക്കി തരാനുള്ള ഒരു 3 സ്റ്റെപ്പാണ് ഓഡിയോസ്, ബുക്സ്, ഫങ്ഷൻസ്. ദെൻ നെക്സ്റ്റ് 3 steps എന്ന് പറഞ്ഞാൽ ടീച്ചബിലിറ്റി, അക്കൗണ്ടബിലിറ്റി, കമ്മ്യൂണിക്കബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേബിൾ നെറ്റ്വർക്ക് ബിസിനസ് ഓർഗനൈസേഷൻ ഉണ്ടാക്കി തരാനുള്ള 3 steps ആണ്. ഇതിൽ ഞാൻ ഡീൽ ചെയ്യുന്നത് ഓഡിയോസ്, ബുക്സ്, ഫങ്ഷൻസ്. ഇതാണ് മെയിനായിട്ട് നമ്മൾ സീരിയസ് ആയിട്ട് ഡീൽ ചെയ്യുന്നത്. സോ നമ്മളെല്ലാവരും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കേട്ടിട്ടുള്ളതാണ്, നമ്മൾ ഓഡിയോസ് കേൾക്കണം, ബുക്സ് വായിക്കണം, ഫങ്ഷൻസ് അറ്റൻഡ് ചെയ്യണം. പക്ഷെ നമ്മളോട് ബിസിനസ് ഷെയർ ചെയ്യുമ്പോൾ ബിസിനസ് എന്തായാലും ഷെയർ ചെയ്തല്ലേ, എനിക്ക് എന്താണെന്ന് മനസ്സിലായല്ലോ, ഇനി എന്തിനാണ് ഓഡിയോസ് കേൾക്കുന്നത്, ബുക്സ് വായിക്കുന്നത്, അതിൻ്റെ ആവശ്യമുണ്ടോ? സോ ശരിക്കും ഇതൊക്കെ ആവശ്യമുണ്ടോ, ഇതുകൊണ്ടൊക്കെ വല്ല പ്രയോജനമുണ്ടോ എന്ന ഒരു പാർട്ടായിരിക്കും ഇന്ന് നമ്മൾ ഡീൽ ചെയ്യുന്നത്. സോ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഇന്നത്തെ ഒരു ലൈഫിൽ നിന്ന് ഒരു ബെറ്റർ ലൈഫ് ആഗ്രഹിച്ചാണ് ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ആംബിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയുടെ പർപ്പസ് അത് തന്നെയാണ്. നമ്മൾ ഏത് ടൈപ്പ് ജീവിതമാണ് നമ്മൾ സ്വപ്നം കാണുന്നത്, ആ ലൈഫിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു വെഹിക്കിളാണ് ആംബിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റി. പക്ഷെ ഇന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ലൈഫ് അനലൈസ് ചെയ്തെങ്കിലല്ലേ നമുക്ക് ഈ ഓപ്പർച്യൂണിറ്റി ഉപയോഗിച്ചിട്ട് എങ്ങനെ ഈസി ആയിട്ട് പുതിയൊരു ലൈഫിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ ഐഡിയ കിട്ടുള്ളൂ. സോ വാട്ട് ഈസ് അവർ പ്രസന്റ് ലൈഫ്? പ്രസന്റ് ലൈഫ് എന്ന് പറഞ്ഞത് ഒരു റിസൾട്ടാണ്. നമ്മൾ ഇട്ട കുറെ ആക്ഷൻസിന്റെ ഒരു റിസൾട്ടാണ് പ്രസന്റ് ലൈഫ്. ഈ ആക്ഷൻസ് എവിടെ നിന്ന് കിട്ടിയ? ഈ ആക്ഷൻസ് നമ്മൾ എടുത്ത പല തീരുമാനങ്ങളെ ബേസ് ചെയ്തതാണ്. ഈ തീരുമാനങ്ങളും എങ്ങനെ വന്നു? തീരുമാനങ്ങൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ്, ജീവിതത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് അനുസരിച്ചാണ് നമുക്ക് ഡിസിഷൻസ് എടുക്കുന്നത്. ഈ കാഴ്ചപ്പാട് എങ്ങനെ വന്നു? ഈ കാഴ്ചപ്പാട് നമ്മുടെ ബിലീഫ് സിസ്റ്റം, മൈൻഡ് സെറ്റ് അനുസരിച്ചാണ്. സോ നമ്മുടെ ബിലീഫ് സിസ്റ്റം എന്താണോ അതിന് ഈക്വലന്റ് ആയിട്ടുള്ള ലൈഫായിരിക്കും. ബിലീഫ് സിസ്റ്റം എന്ന് പറയുന്നതാണ് നമ്മൾ ആരാണോ അതായിരിക്കും നമ്മുടെ ലൈഫ്. എന്ന് പറഞ്ഞാൽ ഫേമസ് ആയിട്ടുള്ള ലീഡേഴ്സ് ഒക്കെ പറയുന്നത്, വി ഡോണ്ട് ഗെറ്റ് വാട്ട് വി വോണ്ട്, വി ഗെറ്റ് വാട്ട് വി ആർ. നമ്മൾ ആവശ്യപ്പെടുന്നതല്ല നമുക്ക് കിട്ടുന്നത്, നമ്മൾ എന്താണോ അതനുസരിച്ചുള്ള ലൈഫായിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ ഇന്നത്തെ ലൈഫിന് പറ്റിയ ഒരു മെന്റാലിറ്റി നമുക്ക് ഓൾറെഡി ഉണ്ട്. പക്ഷെ നമ്മൾ സ്വപ്നം കാണുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫിന് അതിന് പറ്റിയൊരു മെന്റാലിറ്റി കാണുന്നതല്ലേ മെന്റാലിറ്റികൾ കാണും. സോ ഒരു വ്യക്തി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക രീതിയിലുള്ള മെന്റാലിറ്റിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആളായിരിക്കും അയാൾ സ്വപ്നം കാണുന്ന ലൈഫിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്റ്റഡ് ആവുന്നത്. പക്ഷെ ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലെ പല ആക്ടിവിറ്റീസും അതിൽ ഫേസ് ചെയ്യേണ്ട പല കാര്യങ്ങളും അതിൽ പ്രാക്ടീസ് ചെയ്യേണ്ട ഡിസിപ്ലിൻസും പലപ്പോഴും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന മെന്റാലിറ്റിക്ക് പലപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റുന്നതായിരിക്കില്ല.
പക്ഷെ ഈ ആക്ടിവിറ്റീസും ഈ പ്രസന്റ് മെന്റാലിറ്റിയും നമ്മളൊരു ക്ലാഷ് വരും. ഈ ക്ലാഷ് കണ്ടിന്യൂ ചെയ്യാൻ അനുവദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഈ ബിസിനസ്, ഈ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി നമ്മൾ ഔട്ടാവും. സോ നമ്മൾ ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മളത് ഹോൾഡ് ചെയ്യാൻ പറ്റിയ മെന്റാലിറ്റിയും അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം. സോ മെന്റാലിറ്റി അപ്ഗ്രേഡേഷൻ ഒരു മസ്റ്റാണ്. സോ ഇന്നത്തെ പ്രസന്റ് മെന്റാലിറ്റിയിൽ നിന്ന്, അതായത് പ്രസന്റ് ബിലീഫ് സിസ്റ്റത്തിൽ നിന്ന് ഒരു പുതിയ ബിലീഫ് സിസ്റ്റത്തിലേക്ക് നമ്മൾ മാറണമെങ്കിൽ എങ്ങനെ നമ്മളുടെ പ്രസന്റ് മെന്റാലിറ്റി വന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾക്ക് ഒരു ധാരണ ഉണ്ടാക്കണം. ഒരു വ്യക്തിയുടെ ഒരു മെന്റാലിറ്റി 7 വയസ്സിനുള്ളിൽ ഡെവലപ്പ് ചെയ്യും. എന്തുകൊണ്ട് 7 വയസ്സാകുമ്പോഴാണ് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് അലേർട്ട് ആവുള്ളൂ. അതിന് മുമ്പുള്ള കാര്യം, അതിന് മുമ്പ് എങ്ങനെയാ വെച്ചാൽ എന്തെല്ലാം നമ്മൾ കാണുന്നു അതെല്ലാം അങ്ങനെ ഡൗൺലോഡ് ചെയ്യും. അപ്പൊ ഇന്നത്തെ പ്രസന്റ് മെന്റാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ പാരൻസ്, നമ്മുടെ സഹോദരങ്ങൾ, റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, നെയ്ബേഴ്സ്, ടീച്ചേഴ്സ്, ഇവരെല്ലാവരും കൂടി ചേർന്ന് കളക്റ്റീവ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസിന്റെ ഒരു കളക്ഷനാണ് ഇന്നത്തെ പ്രസന്റ് ബിലീഫ് സിസ്റ്റം. അതൊരു പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമിനെ അനുസരിച്ചായിരിക്കും പിന്നീട് അങ്ങോട്ടുള്ള ലൈഫ്. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ പ്രസന്റ് ലൈഫ് വേറെ ആരോ ഇട്ട് തന്ന ഒരു പ്രോഗ്രാമിനെ ബേസ് ചെയ്താണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ആ പ്രോഗ്രാമിനെ അടിസ്ഥാനമായിട്ടാണ് നമ്മൾ പിന്നീടുള്ള ഡിസിഷൻസ് എല്ലാം വരുന്നത്. എന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ റിച്ച് ക്ലാസ് റിച്ച് ആയിട്ടായിരിക്കാനും, മിഡിൽ ക്ലാസ് ആയിട്ടായിരിക്കാനും, പുവർ ക്ലാസ് ആയിട്ടിരിക്കാനും കണ്ടിന്യൂ ചെയ്യാനുള്ള റീസൺ ഒരു തലമുറകളായിട്ട് ഒരു ബിലീഫ് സിസ്റ്റം ഇങ്ങനെ കൈമാറ്റപ്പെട്ടുകൊണ്ടിരിക്കും. സോ ഇപ്പോൾ നമ്മളുടെ ലൈഫ് എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് വേറെ ആരുടെയോ ലൈഫാണ്. അപ്പൊ നമ്മളുടെ ലൈഫ് എവിടെ? നമ്മുടെ ലൈഫാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. പക്ഷേ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബിലീഫ് സിസ്റ്റം നമ്മൾക്കില്ല. അതാണ് നമ്മുടെ ചലഞ്ച്. പക്ഷെ ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് ഒരു ബിലീഫ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതിൽ അസോസിയേഷൻ ഭയങ്കരമായിട്ടുള്ള ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ ബ്രിഡ് വേൾഡ് വരുന്ന ഓർഗനൈസേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇതൊരു ഇന്റർനാഷണൽ ട്രെയിനിങ് ഓർഗനൈസേഷനാണ്. ഈ ഓർഗനൈസേഷനിൽ നമുക്ക് കിട്ടുന്നത് അൺലിമിറ്റഡ് അസോസിയേഷനാണ്. വെരി സക്സസ്ഫുൾ ആൾക്കാരുടെ അൺലിമിറ്റഡ് അസോസിയേഷൻ വഴി അവരായിട്ട് ഇന്ററാക്ട് ചെയ്യാനും അവർക്ക് ജീവിതത്തിലെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും അവരുടെ ഐഡിയാസ് ഷെയർ ചെയ്യാനും ഒരു അസോസിയേഷനാണ്, ഒരു അറീനയാണ് ബ്രിഡ് വേൾഡ് വരുന്ന ഓർഗനൈസേഷൻ. സോ ഒരാളുടെ ബിലീഫ് സിസ്റ്റം 3 വഴിയിലൂടെയാണ് ചേഞ്ച് ആവുന്നത്. ഓൺ എക്സ്പീരിയൻസ് ഉണ്ട്, അതേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ട്, ഒബ്സർവേഷൻസ് ഉണ്ട്. എങ്ങനെയാണ് ബ്രിഡ് വേൾഡ് റിസർച്ച് നമ്മൾ ഈ 3 വഴിയിലൂടെ കടത്തിവിട്ട് നമുക്കൊരു പുതിയ ബിലീഫ് സിസ്റ്റത്തിലേക്ക് എത്തിക്കുന്നതിന് നമുക്ക് നോക്കാം. ഓൺ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മൾ യൂസേജ് ഓഫ് പ്രോഡക്ട്സ്, ഷെയർ ദ പ്രോഡക്ട്സ്, ഷോ ദ പ്ലാൻ, ഇതിനെക്കുറിച്ചെല്ലാം നമ്മളിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നത്. നമ്മൾ അതേഴ്സ് എക്സ്പീരിയൻസിൽ നമുക്ക് ഓഡിയോസ് ആൻഡ് ബുക്സ് ഉണ്ട്. ഓഡിയോസിൽ ഈ പല ഫീൽഡിൽ നിന്നുള്ള ഈ ബിസിനസ്സിൽ സക്സസ്ഫുൾ ആയ ആൾക്കാരെ ഒരുപാട് ഓഡിയോസ് നമുക്ക് എത്തിച്ചേരുന്ന ക്ലിയർ കട്ട് സിസ്റ്റം ബ്രിഡ് വേൾഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ പലതരം ബുക്കുകൾ അവൈലബിൾ ആണ്. പക്ഷെ നമ്മളുടെ ഡെവലപ്മെന്റിനും നമ്മുടെ ബിസിനസ് ഡെവലപ്മെന്റിനും പറ്റിയതായിട്ടുള്ള ബുക്കുകൾ കാറ്റഗറൈസ് ചെയ്ത് നമ്മൾക്ക് എത്തിച്ചു തരും. സോ ഓഡിയോസ് നമുക്ക് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഈ ഓഡിയോസ് വഴി നമ്മൾക്ക് എന്തുകൊണ്ട്, എങ്ങനെ ആളുകൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് ഒന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞാനും ഇങ്ങനെയാണല്ലോ സ്റ്റാർട്ട് ചെയ്തത്, അപ്പോൾ എനിക്കും സക്സസ്ഫുൾ ആകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൂടാതെ ഡിഫറെന്റ് ഫീൽഡിൽ നിന്നുള്ള ആൾക്കാരുടെ സക്സസ് സ്റ്റോറീസ് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. പ്രൊഫഷൻ വൈസ് ആയിക്കോട്ടെ, പൊസിഷൻ വൈസ് ആയിക്കോട്ടെ, പേഴ്സണാലിറ്റി വൈസ് ആയിക്കോട്ടെ. ഇപ്പൊ ഞാൻ പ്രൊഫഷണലി ഞാനൊരു ഡോക്ടറാണ്. ഈ ബിസിനസ്സിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെ ഓഡിയോസ് നമ്മൾ കേൾക്കുമ്പോൾ ആ പ്രൊഫഷനിൽ ഇരുന്നുകൊണ്ട് ബിസിനസ് എങ്ങനെ ഡെവലപ്പ് ചെയ്തു, അവർ ഫേസ് ചെയ്ത ചലഞ്ചസ് അതിനുവേണ്ടി എങ്ങനെ ടൈമിംഗ് കണ്ടെത്തി, ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് അവരുടെ ജീവിതത്തിൽ പ്രൊഫഷണൽ ലൈഫിൽ നിന്നും ഈ പ്രസന്റ് ലൈഫിൽ എന്താണ് ചേഞ്ചസ് ഉണ്ടായത് എന്നതിനെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാവും, നമുക്കൊരു ഇൻസ്പിറേഷൻ ആകും. അതുകൂടാതെ ഈ ബിസിനസ്സിൽ അവർ പല ആൾക്കാരും ഫേസ് ചെയ്ത ചലഞ്ചസ് എന്തൊക്കെയാണ്, അവരെങ്ങനെ അത് സോൾവ് ചെയ്തു, ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഈ ബിസിനസ് ബിൽഡ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകാൻ പറ്റുന്ന സാധ്യതയുള്ള മിസ്റ്റേക്സുകൾ വളരെയധികം കുറയ്ക്കാൻ പറ്റും. അതുകൂടാതെ ഓഡിയോസ് വഴി ഈ ബിസിനസിന്റെ പോസിബിലിറ്റീസ് നന്നായിട്ട് നമുക്ക് മനസ്സിലാവും. അതുകൂടാതെ സക്സസ്ഫുൾ ആൾക്കാരുടെ ഈ ലൈഫിൽ എത്രമാത്രം ഈ ഓപ്പർച്യൂണിറ്റി വഴി ചേഞ്ചസ് ഉണ്ടാക്കി, പഴയ ലൈഫിൽ നിന്നും പുതിയ ലൈഫിൽ അവർക്ക് എത്രമാത്രം ചേഞ്ചസ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഓഡിയോസ് വഴി നമുക്ക് ഉണ്ടാക്കും. സോ ഓഡിയോസ് എവിടെ നിന്ന് കിട്ടും? നമുക്ക് സ്മാർട്ട് ടച്ച് എന്നുള്ള ഒരു ആപ്പ് ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വേണമെങ്കിലും നമുക്ക് ഓഡിയോസ് കിട്ടും. സക്സസ്ഫുൾ ആൾക്കാരുടെ ഓഡിയോസ് കിട്ടും. ആദ്യം നമ്മൾ ഓഡിയോസ് കേൾക്കാൻ സ്റ്റാർട്ട് ചെയ്യണം. അതിനുശേഷം നമ്മളത് ശ്രദ്ധിക്കാൻ പഠിക്കണം. ഓൺ എ റെഗുലർ ബേസിസ് നമ്മൾ ശ്രദ്ധിക്കുമ്പോഴാണ് നമുക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ജിമ്മിൽ പോവുകയാണ്. ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ ഒരു ദിവസം നിന്ന് 6 മണിക്കൂർ വർക്കൗട്ട് ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ റിസൾട്ട് ഡെയിലി 1 അവർ നമുക്ക് ചെയ്യുമ്പോഴാണ് ബെറ്റർ റിസൾട്ട് കിട്ടുന്നത്. സോ ഓഡിയോസ് വഴി നമുക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടാക്കാൻ പറ്റും, നമുക്ക് ബിസിനസിനെ കുറിച്ചൊരു കൺവിക്ഷൻ ഉണ്ടാക്കാൻ പറ്റും, ഫോക്കസ് ഉണ്ടാക്കാൻ പറ്റും. ദെൻ കംസ് ബുക്സ്.
ബുക്സ് ഒരുപാട് തരത്തിലുള്ള ബുക്സുകൾ നമുക്ക് ഷെയർ ചെയ്ത് നമുക്ക് എത്തിച്ചു തരുന്നുണ്ട്. അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ബിസിനസ് ചെയ്താലുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയെന്നതിനെ കുറിച്ച് ധാരണ ഉണ്ടാക്കാൻ പറ്റും. അതുകൂടാതെ ഡിഫറെന്റ് ഏരിയയിൽ ഡിഫറെന്റ് ബിസിനസ്സുകൾ സക്സസ്ഫുൾ ആൾക്കാരുടെ ബുക്കുകൾ നമുക്ക് വായിക്കാൻ പറ്റും. ഏത് ഏരിയയിൽ അവരെല്ലാം സക്സസ്ഫുൾ ആയത് ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടുള്ളതാണെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ നമ്മൾക്കും ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകേണ്ടത് ആവശ്യമാണെന്നുള്ള ധാരണ നമുക്ക് എത്തും. ഈ പ്രോസസ്സ് നമ്മൾ എൻജോയ് ചെയ്യാൻ തുടങ്ങും. അതുകൂടാതെ ഏത് ബിസിനസ്സിലായാലും എല്ലാ തരത്തിലും ചലഞ്ച് ഫേസ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നും ഈ ചലഞ്ചസ് അവരെങ്ങനെ ഫേസ് ചെയ്തു, അവരെങ്ങനെ സോൾവ് ചെയ്തു, അവർക്ക് തരാനുള്ള അഡ്വൈസ് എല്ലാം ബുക്സുകളുണ്ടാവും. അതിന്റെ ഗുണം എന്ന് വെച്ചാൽ ഈ അഡ്വൈസ് എല്ലാം നമ്മളുടെ ഈഗോ ഹർട്ട് ചെയ്യാതെ നമുക്ക് സ്വീകരിക്കാൻ പറ്റും. എക്സാമ്പിൾ ഇപ്പോൾ റിച്ച് ഡാഡ് പുവർ ഡാഡ്, റോബർട്ട് ടി കിയോസാക്കി റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന ബുക്ക് വായിക്കുകയാണെങ്കിൽ ഒരു ബിസിനസ് ചെയ്താലുള്ള ബെനിഫിറ്റ്സിനെ കുറിച്ച് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹത്തിന്റെ തന്നെ ബിസിനസ് ഓഫ് 21st സെഞ്ചുറി എന്ന് പറഞ്ഞ ബുക്ക് വായിക്കുകയാണെങ്കിൽ ഈ ഏതെല്ലാം ബിസിനസ്സുകൾ ഇന്നത്തെ കാലഘട്ടത്തിന് പറ്റിയതെന്നുള്ളത് നമുക്ക് ധാരണയുണ്ടാവും. നമ്മളുടെ ബിസിനസ് ഇന്നത്തെ കാലഘട്ടത്തിന് പറ്റിയതാണോ ഇല്ല എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നല്ല ധാരണ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ മാജിക് ഓഫ് തിങ്കിങ് ബുക്ക് വായിക്കുകയാണെങ്കിൽ നമ്മൾ വലിയ സ്വപ്നങ്ങളുള്ള വലിയ രീതിയിലുള്ള ലൈഫാണ് ആഗ്രഹിക്കണമെങ്കിൽ അതുപോലത്തെയുള്ള സ്വപ്നങ്ങൾ നമ്മൾ ഉണ്ടാക്കേണ്ടതിന്റെ ആവശ്യകതയും സ്വപ്നങ്ങൾ എങ്ങനെ നമുക്ക് ഹോൾഡ് ചെയ്യാം, അതെങ്ങനെ നല്ല ക്ലാരിറ്റി ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ച് ധാരണയുണ്ടാവും. അതുപോലെ തന്നെ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് കാറ്റഗറിയിലേക്ക് പോകുന്നതിന് ഏത് തരത്തിൽ നമ്മൾ ചിന്തിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഏത് ലൈഫാണോ ആഗ്രഹിക്കുന്നത് ആ തരത്തിലേക്ക് പോകുന്നതിന് നമ്മൾ ഏത് തരത്തിൽ ചിന്തിച്ചാലാണ് ആ തരത്തിലേക്ക് പോവുക. ഇങ്ങനെ കുറെ ഐഡിയാസ് നമുക്ക് കിട്ടും. ഇതെങ്ങനെ നമുക്ക് അവൈലബിൾ ആകാൻ പറ്റും? ബുക്ക് ഓഫ് ദ മന്ത് പ്രോഗ്രാം വഴി നമുക്ക് ബുക്സുകളെല്ലാം അവൈലബിൾ ആക്കാൻ പറ്റും. നെക്സ്റ്റ് വരുന്നത് ഒബ്സർവേഷൻ. ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ കാണുക, നമ്മൾ വ്യൂ ചെയ്യണം. അത് ഫങ്ഷൻസ് ആണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ടീം മീറ്റിംഗ് ഉണ്ട്, പേസ് മീറ്റിംഗ്സ് ഉണ്ട്, പ്രോഡക്റ്റ് സെഷൻസ് ഉണ്ട്, ബിസിനസ് സെഷൻസ് ഉണ്ട്, സക്സസ് സെമിനാർസ് ഉണ്ട്. ഇവിടെ നമുക്ക് ഈ കമ്പനിയെ കുറിച്ചും ബിസിനസിന്റെ സൈസിനെ കുറിച്ചും നല്ല ക്ലാരിറ്റി, പ്രത്യേകിച്ചും ബിസിനസിന്റെ സൈസിനെ കുറിച്ച് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ വലിയ വലിയ ഫംഗ്ഷൻസ് അറ്റൻഡ് ചെയ്യാൻ നമുക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടാവും. അതുകൂടാതെ ഈ ഫംഗ്ഷൻസിന്റെ ഗുണം എന്ന് വെച്ചാൽ സക്സസ്ഫുൾ ആൾക്കാരായിട്ട് നല്ല ഇന്ററാക്ഷനുള്ള അവസരം കിട്ടും. അവരുടെ ജീവിതത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട്, അവരിൽ ഉണ്ടാക്കിയ ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നല്ല ധാരണ കിട്ടും. അതുകൂടാതെ സക്സസ്ഫുൾ ആൾക്കാരെ സംസാരിക്കുന്ന രീതി, നടക്കുന്ന രീതി, അവരുടെ പോസ്റ്റർ, ഇതെല്ലാം നമ്മൾ കാണുകയാണ്. സീയിങ് ഈസ് ബിലീവിങ്. സോ ഈ സക്സസ്ഫുൾ ആൾക്കാർ അവർ കീപ്പ് ചെയ്യുന്ന ഒരു പോസിറ്റീവ് വൈബ്, ആ എനർജി നമ്മൾ അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ആ എനർജി നമ്മളിലേക്ക് പാസ് ചെയ്ത് കിട്ടും. അതുകൂടാതെ ഇതിനേക്കാൾ ഉപരി നമുക്ക് ഒരു ഫംഗ്ഷനിൽ ഒരു അറ്റ്മോസ്ഫിയറാണ്. അവിടെ നമ്മൾ എത്തുമ്പോൾ നമ്മൾ കുറെ കൂടി അറ്റൻറ്റീവ് ആയിരിക്കും. അറ്റൻറ്റീവ് ആയിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള പൊട്ടൻഷ്യലിനെ കുറിച്ച് കുറെ തിരിച്ചറിവുണ്ടാവും. അത് ഇത് തിരിച്ചറിയുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ പറ്റിയ ഒരു അറീനയാണ് ഫംഗ്ഷൻസ്. ഓക്കെ, ഇതുവഴി നമുക്ക് ഈ ഓഡിയോസും ബുക്സും ഫംഗ്ഷൻസും വഴി എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടാക്കാൻ പറ്റും, നമ്മൾക്ക് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടി. പക്ഷേ പല ആൾക്കാരും പറയുന്നത്, ഞാൻ ആ ഓഡിയോ കേട്ടിട്ടുണ്ട്, ബുക്ക് കേട്ടിട്ടുണ്ട്, ഫംഗ്ഷൻ അറ്റൻഡ്, പക്ഷെ പ്രത്യേകിച്ചൊന്നും ചേഞ്ചസ് ഒന്നും എന്നിൽ കണ്ടില്ല. ഇവിടെ എന്താ പറ്റുന്ന വെച്ചാൽ നമ്മളൊരു ഓഡിയോ കേൾക്കുമ്പോഴും ബുക്ക് വായിക്കുമ്പോഴും ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുമ്പോഴും അതിനെ വിലയിരുത്തിയാണ്, അതിനെ മാർക്കിടുകയാണ്. നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് അവിടെ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് നമ്മുടെ ലൈഫ് അനലൈസ് ചെയ്യുക, നമ്മുടെ ലൈഫ് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുമ്പോഴാണ് ഈ പുതിയ ഐഡിയാസ് നമ്മളിലേക്ക് കടക്കുള്ളൂ. അങ്ങനെയാണ് നമുക്ക് ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതിനെ വിലയിരുത്തി കഴിഞ്ഞാൽ നമ്മളുടെ യാതൊരു ചേഞ്ചസ് ഉണ്ടാക്കില്ല. സോ ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മളൊരു 3 സ്റ്റേജിലൂടെ കടന്നു പോകും. ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കോൺഷ്യസ് ഇൻകോമ്പിറ്റൻസ് എന്ന് പറഞ്ഞാലും ഇതൊക്കെ നടക്കുമോ, ഇതൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്നതാണോ എന്ന സ്റ്റേജ് ആയിരിക്കും. പക്ഷേ നമ്മൾ ഡിസിഷൻ ടു കണ്ടിന്യൂ, ഇത് കണ്ടിന്യൂ ചെയ്യാൻ നമ്മൾ ഡിസൈഡ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കും. കോൺഷ്യസ് കോമ്പിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണല്ലോ എന്ന ഒരു സ്റ്റേജിലേക്ക് കടക്കും. പക്ഷേ ഈ സ്റ്റേജ് വളരെ ക്രിട്ടിക്കലാണ്. ഈ കോൺഷ്യസ് കോമ്പിറ്റൻസ് എനിക്കതറിയാം, ഞാൻ ആ ഫംഗ്ഷൻ കണ്ടിട്ടുണ്ട്, അത് ആ ഫംഗ്ഷനിലെ ഇത് ഞാൻ പോയിട്ടുണ്ടല്ലോ, ഇത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, ഇത് അതിനെ കുറച്ച് ഒരു തീരുമാനത്തിലെത്തും. അതുകൊണ്ടുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ പല ഫംഗ്ഷൻസും അറ്റൻഡ് ചെയ്യണില്ല, നമ്മളത് പതുക്കെ നമ്മൾ പിന്നാക്കാൻ പോകുന്നത് കാണാം. പക്ഷെ ഇതൊരു ഡേഞ്ചർ സ്പോട്ടാണ്. ഇതിന്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് കടക്കാൻ പ്രയാസമായിരിക്കും. അതായത് നമ്മൾക്ക് ഇതൊക്കെ എനിക്ക് പറ്റുന്ന അറിഞ്ഞ കാര്യങ്ങൾ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോൾ മാത്രമാണ് നമ്മൾ അൺകോൺഷ്യസ് കോമ്പിറ്റൻസ് എന്ന് നമ്മൾ അറിയാതെ ചെയ്യുന്ന ഒരു സ്റ്റേജിലേക്ക് വരും. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ തോട്ട്സും നാച്ചുറൽ ടോക്സും നാച്ചുറൽ ബിഹേവിയറും പഴയതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ന്യൂ നോർമൽ നാച്ചുറൽ തോട്ട്സും ന്യൂ നോർമൽ നാച്ചുറൽ ടോക്സും ന്യൂ നോർമൽ നാച്ചുറൽ ബിഹേവിയറും ആയി ചേഞ്ച് ആകുന്നു. ഇതൊരു കമ്പയർ കഴിഞ്ഞാൽ എന്തിനാണ് നാച്ചുറൽ തോട്ട്സിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ റിച്ച് ക്ലാസ് എത്ര വിദ്യാഭ്യാസം ഇല്ലെങ്കിലും റിച്ച് ആയിക്കൊണ്ടിരിക്കാനുള്ള കാരണം
കാരണം അവരുടെ നാച്ചുറൽ തോട്ട്സും നാച്ചുറൽ ടോക്സും നാച്ചുറൽ ബിഹേവിയറും റിച്ച് ക്ലാസ്സിനെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. മിഡിൽ ക്ലാസ് ആളുകൾ എത്ര വിദ്യാഭ്യാസം ഉണ്ടെന്ന് വിചാരിച്ചാലും പലപ്പോഴും മിഡിൽ ക്ലാസ് ആയിട്ടിരിക്കാനുള്ള റീസൺ അവരുടെ നാച്ചുറൽ തോട്ട്സും നാച്ചുറൽ ബിഹേവിയറും നാച്ചുറൽ ടോക്സും എല്ലാം മിഡിൽ ക്ലാസ് ആ കാറ്റഗറിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഇതിൽ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ഒരു പുതിയ ന്യൂ നോർമൽ നാച്ചുറൽ തോട്ട്സിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഒരു പുതിയ ബിലീഫ് സിസ്റ്റം വേണം. ഈ ബിലീഫ് സിസ്റ്റം അതാണ് നമ്മൾ. അപ്പോൾ നേരത്തെ പറഞ്ഞത് വി ഗെറ്റ് വാട്ട് വി ആർ, വി ഡോണ്ട് ഗെറ്റ് വാട്ട് വി വാണ്ട്. ഇത് നമ്മളൊരു പുതിയ ഒരു വ്യക്തിയായിട്ട് ന്യൂ ബിലീഫ് സിസ്റ്റം ഉണ്ടാകുമ്പോഴാണ് പുതിയ വ്യക്തിയാവുന്നു, പുതിയ ഹൂ ആവുന്നു എന്നതാണ്. ഇതാണ് പുതിയ ബിലീഫ് സിസ്റ്റത്തിലൂടെയാണ് നമുക്ക് നമ്മുടെ ലൈഫ് ഉണ്ടാവുന്നത്. ഞാൻ ഒന്നുകൂടെ എൻഫോഴ്സ് ചെയ്യണം, നമ്മൾക്ക് മനസ്സിലായി എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെന്ന് മനസ്സിലായതുകൊണ്ട് മാത്രം ലൈഫ് ചേഞ്ച് ആവില്ല. ആ മനസ്സിലായ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ അൺകോൺഷ്യസ് കോമ്പിറ്റൻസ് ചെയ്ത് നമ്മൾ ചേഞ്ച് ആകുമ്പോൾ മാത്രമാണ്, നമ്മളുടെ ഹൂ മാറുമ്പോൾ മാത്രമാണ് നമ്മളൊരു ബിലീഫ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നുള്ളൂ. അതിലൂടെ മാത്രമാണ് നമ്മൾ ലൈഫ് കിട്ടുന്നുള്ളൂ. സോ ഒരു സമ്മറി ആയിട്ട് പറയുകയാണെങ്കിൽ ഓഡിയോസ്, ബുക്സ്, ഫങ്ഷൻസ് എന്തെല്ലാം ഹെൽപ്പ് ചെയ്യുന്നു വെച്ചാൽ നമുക്ക് നമ്മുടെ തോട്ട്സിനെ കുറിച്ച് നല്ല ക്ലാരിറ്റി ഉണ്ടാക്കുന്നു, ജീവിതത്തിന്റെ നല്ലൊരു ഡയറക്ഷൻ ഉണ്ടാക്കാൻ പറ്റുന്നു, നമ്മുടെ സെൽഫ് എസ്റ്റീം നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നു, ഒരു ഹ്യൂജ് ബിസിനസ് ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി കിട്ടുന്നു, നമ്മുടെ പാനിക് ബിഹേവിയർ, അതായത് എപ്രാളം പിടിച്ചുള്ള നമ്മളെ ബിഹേവിയറിൽ നിന്ന് നമ്മളെ സമാധാനത്തോടു കൂടി ചിന്തിക്കാനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് കിട്ടുന്നു, കപ്പാസിറ്റി ടു സോൾവ് പ്രോബ്ലംസ്, പീസ് ഓഫ് മൈൻഡ് കിട്ടുന്നു, ബെറ്റർ മീനിങ്, ലൈഫിന് നല്ലൊരു മീനിങ് കണ്ടെത്താൻ പറ്റുന്നു, നമ്മുടെ ഹ്യൂമൻ ബീങ് എന്നുള്ള ഒരു ലൈഫ്, ഒരു ഹ്യൂമൻ എന്നുള്ള ലൈഫിന് സിഗ്നിഫിക്കൻസ്. സൊസൈറ്റിയെ സംബന്ധിച്ചൊരു ഹ്യൂമൻ ബീങ് ആധാർ നമ്പർ മാത്രമാണ്, പക്ഷെ നമ്മൾക്കൊരു മനുഷ്യൻ എന്നുള്ള വാല്യൂ കൂടുതൽ കണ്ടെത്താൻ പറ്റും. ബിക്കം ആൻ ലെഗസി ഉണ്ടാക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബ്രിട്ട് വേൾഡ് നമ്മുടെ ലീഡർ, നമ്മുടെ മെന്റർ ബിൽ ബ്രിട്ടിന്റെ വാക്കുകൾ, നമ്മൾ ജീവിച്ചുകൊണ്ട് എത്ര പേരുടെ ജീവിതത്തിൽ നമുക്ക് എന്തെല്ലാം ചേഞ്ചസ് ഉണ്ടാക്കാൻ പറ്റി, അതാണ് നമ്മൾ ലെഗസിയിലേക്ക് മാറുന്നത്. സോ ഇത്രയും നമ്മളുടെ ജീവിതത്തിൽ ചേഞ്ചസ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഓഡിയോസ്, ബുക്സ്, ഫങ്ഷൻസ്. പക്ഷേ ആര് കേൾക്കും? ഞാൻ കേൾക്കും. അപ്ലൈൻ പറഞ്ഞിട്ട് വേണം? വേണ്ട. അപ്ലൈൻ കേട്ടിട്ട് വേണം? വേണ്ട. ഡൗൺലൈൻ കേട്ടിട്ട് വേണം? വേണ്ട. ഡൗൺലൈൻ വായിച്ചിട്ട് വേണ്ട? അപ്ലൈൻ വായിച്ചിട്ടുണ്ട്? വേണ്ട. അപ്ലൈൻ ഇൻഫോം ചെയ്തിട്ട് വേണം ഫംഗ്ഷൻ? വേണ്ട. ഞാൻ അറ്റൻഡ് ചെയ്യും. വൈ? ഇത്രയും നാള് ഞാൻ എൻ്റെ ജീവിതത്തിൽ പല ചേഞ്ചസ്, നല്ല രീതിയിൽ ചേഞ്ചസ് ഉണ്ടാക്കാൻ പറ്റുന്ന പല സിറ്റുവേഷൻസിലൂടെ കടന്നുപോയി. അതൊന്നും വലിയ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് ഇല്ലാതെ കടന്നുപോയി. ഓരോ ന്യൂ ഇയർ വരുമ്പോഴും ഞാൻ എൻ്റെ ജീവിതം മാറിയെന്ന് വിചാരിച്ചായിരുന്നു. ജോബ് ചേഞ്ച് ചെയ്തപ്പോൾ ജീവിതം മാറിയെന്ന് വിചാരിച്ചായിരുന്നു. ഹൗസ് ചേഞ്ച് ചെയ്തപ്പോൾ മാറിയെന്ന് വിചാരിച്ചു. വെഹിക്കിൾ ചേഞ്ച് ചെയ്തപ്പോൾ മാറിയെന്ന് വിചാരിച്ചു. മാരേജ് ചെയ്തപ്പോൾ മാറി. ഇതെല്ലാം ചെറിയ ചേഞ്ചസ് ഉണ്ടാക്കിയതല്ലാതെ ഒരു സിഗ്നിഫിക്കന്റ് ചേഞ്ച് ഇല്ലാതെ ഇതെല്ലാം കടന്നുപോയി. എവിടുന്നാണ് അപ്പൊ സിഗ്നിഫിക്കന്റ് ലൈഫ് ചേഞ്ച് വരുന്നത്? സിഗ്നിഫിക്കന്റ് ന്യൂ ലൈഫ് കംസ് ഫ്രം എ ന്യൂ മൈൻഡ് ആൻഡ് എ ന്യൂ വേ ഓഫ് ലുക്കിംഗ് അറ്റ് അവർ ലൈഫ്. അത് ഒരു പുതിയ മൈൻഡിൽ നിന്നും പുതിയ രീതിയിൽ നമ്മളെ ലൈഫിനെ കാണാൻ പറ്റുമ്പോഴാണ് നമുക്ക് പുതിയ ലൈഫ് ഉണ്ടാകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ ഓഡിയോസ് കേൾക്കും, ബുക്സ് വായിക്കും, ഫങ്ഷൻസ് അറ്റൻഡ് ചെയ്യും. എൻ്റെ ലൈഫ് 180 ഡിഗ്രിയിൽ ഞാൻ ചേഞ്ച് ചെയ്യും. അതിന് പറ്റിയ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ബ്രിട്ട് വേൾഡ് എന്ന ഓർഗനൈസേഷൻ. ഡോണ്ട് മിസ് ഇറ്റ്. ഇഫ് യു മിസ്, യു വിൽ മിസ് ദ ഗെയിം ഓൺ ദിസ് പ്ലാനറ്റ്. താങ്ക് യു. വിത്ത് ദാറ്റ് ഞാൻ കുറച്ച് സ്പീഡിലാണ്, ടൈം കൺസ്ട്രെയിൻ കൊണ്ട് കുറച്ച് സ്പീഡിലാണ് ഷെയർ ചെയ്ത്. ഈ ഒരു ഓഡിയോസ്, ബുക്സ് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ഒരു ഐഡിയ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയെന്നുള്ളത് ഞാൻ വിചാരിക്കുന്നു. വിത്ത് ദാറ്റ് ഐ കൺക്ലൂഡ്. ഈ ഓപ്പർച്യൂണിറ്റി തന്ന ലീഡേഴ്സിന് ഞാൻ വളരെയധികം നന്ദിയുണ്ട്. താങ്ക് യു വെരി മച്ച്. ഹലോ. കേൾക്കാം. താങ്ക് യു സോ മച്ച് ഡോക്ടർ ബാബുരാജ്. ഇത്ര ഒരു ചെറിയ സമയത്തിനുള്ളിലാണ് നമ്മൾ 9 core സ്റ്റെപ്സിനെ പറ്റി നമ്മൾ പഠിച്ചത്. ഇത്രയും സിമ്പിൾ ആയിട്ട്, ഇത്രയും ഭംഗിയായിട്ട് എന്തായാലും നമ്മൾ ഒരു വെർച്വൽ ക്ലാസ് കൊടുത്തേ പറ്റത്തുള്ളൂ. താങ്ക് യു സോ മച്ച്. അടുത്തായിട്ട് നമ്മുടെ ചാറ്റ് ബോക്സ് ഓപ്പൺ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും മെസ്സേജ് അയക്കാം. അടുത്തായിട്ട് നമ്മൾ പ്രൊഡക്റ്റ് സെഷനിലേക്ക് കടക്കുകയാണ്. നമ്മൾ പോസ്റ്ററിൽ ശ്രദ്ധിച്ചു കാണും, ഓൾ പ്ലാന്റ് പ്രോട്ടീൻ പൗഡറിനെ പറ്റിയാണ്. ഇന്ത്യയിൽ മൊത്തം ആംവേ ബിസിനസിന്റെ 65% ന്യൂട്രലൈസ്ഡ് ആണ്. അതിൽ ഏറ്റവും കൂടുതൽ വോളിയം ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഓൾ പ്ലാന്റ് പ്രോട്ടീൻ പൗഡർ. നമ്മൾ കടൽ പോലെ എന്നൊക്കെ പറഞ്ഞാൽ എത്ര പഠിച്ചാലും തീരാത്ത അത്രയും സവിശേഷതകളും പ്രയോജനങ്ങളും ഒക്കെ ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ പ്രോട്ടീൻ പൗഡർ.
ഇത് നമ്മളോട് പങ്കുവെക്കാനായിട്ട് കടന്നു വരുന്നത് പുനലൂരിൽ നിന്നുമുള്ള CK ബാബുരാജൻ സാറാണ്. കഴിഞ്ഞതിന്റെ മുമ്പത്തെ ആഴ്ച അതിഗംഭീരമായിട്ട് കീനോട്ട് സെഷൻ നമുക്ക് തന്ന ദിനേശ് സാറിന്റെ ഡൗൺലൈൻ ആണ്. വളരെയധികം സന്തോഷത്തോടു കൂടി സാറിനെ ഞാൻ സംസാരിക്കുവാനായിട്ട് ക്ഷണിച്ചു കൊള്ളുന്നു. വെൽക്കം സാർ. താങ്ക് യു താങ്ക് യു മാഡം. കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കാനും കാണാനും പറ്റുന്നുണ്ടല്ലോ? ഓക്കെ. അപ്പോൾ എന്നെ പരിചയപ്പെടുത്തി, ഞാൻ ഇൻഷുറൻസ് അഡ്വൈസറായി ഇരുന്ന ആളായിരുന്നു. ബാബുരാജ് എന്നാണ് പേര്, പുനലൂർ നിന്നാണ്. എനിക്ക് ഇന്നത്തെ സബ്ജക്റ്റ് തന്നിരിക്കുന്നത് നമ്മുടെ ഡെയിലി ലൈഫിൽ ഏറ്റവും ഇൻഡിസ്പെൻസിബിൾ ആയിട്ടുള്ള ഒരു മാക്രോ ന്യൂട്രിയന്റിനെ പരിചയപ്പെടുത്താനാണ്. ദാറ്റ് ഈസ് പ്രോട്ടീൻ. അപ്പം ഞാനൊന്ന് ഷെയർ ചെയ്തോട്ടെ. അപ്പം അതിനിടയ്ക്ക് നമുക്ക് എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ ആശംസിച്ചുകൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഞാൻ ഷെയർ ചെയ്തോട്ടെ സ്ക്രീന്. ഹലോ, കാണുന്നുണ്ടോ? ഹലോ, കാണുന്നുണ്ടോ?